എവർഗ്രീൻ എഞ്ചിനീയറിംഗ് ആയിട്ടാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ പൊതുവെ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് അവസ്ഥ മാറിയിരിക്കുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് പല കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അങ്ങേയറ്റം വെറുക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡായി മാറിയിട്ടുണ്ട്. ഈവൻ ഈ എപ്പിസോഡ് കാണുന്ന പല കൂട്ടുകാരും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരും ഉണ്ടാകാം. സോ അവരുടെ കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഏതായിരുന്നാലും പല കാരണത്താൽ കുട്ടികൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ വെറുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തുകൊണ്ടാണ് കൂട്ടുകാർ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ ഇത്രയും വെറുക്കുന്നത് എന്നുള്ള കാര്യമാണ്. കാരണം ഞാനും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാണ്. അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിട്ടുണ്ട്, ടീച്ച് ചെയ്തിട്ടുണ്ട്, കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എ ടീച്ചർ, ആസ് എ പ്രൊഫഷണൽ. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യലാണ്. എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ പല കാരണങ്ങളാൽ കൂട്ടുകാർ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ വെറുക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാം 7 കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പൊതുവെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ ഇത്രയും വെറുക്കുന്നത് എന്നുള്ളത്. ആദ്യമായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ളത് അല്പം പോയിൻ്റ് ട്രിവ്യലായിട്ട് തോന്നാം, പക്ഷേ ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ റീസൺ. ക്ലാസ്സിൽ പെൺകുട്ടികളില്ല എന്ന കാര്യമാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഓരോ ക്ലാസ് റൂം നോക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ എന്നുള്ളത് കംപ്ലീറ്റ്ലി ആൺകുട്ടികൾ നിറഞ്ഞ ക്ലാസ് റൂമുകളാണ്. പല കൂട്ടുകാർക്കും അതൊരു ടേൺ ഓഫ് ആണ്, പ്രത്യേകിച്ച് ബോയ്സ്. അവർ കോ എഡ്യൂക്കേഷൻ, അതായത് പെൺകുട്ടികളും ക്ലാസ് റൂമിൽ ഒന്നിച്ചിരുന്ന് പഠിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറി വെറും ആൺകുട്ടികൾ പഠിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെടാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്ന് നിങ്ങൾക്കറിയാം. ഏതായിരുന്നാലും അതും ഒരു വൺ ഓഫ് ദ ഫാക്ടറാണ്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഗേൾസും അവരുടെ പാരൻസും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലെ സിലബസിൽ, അതിൻ്റെ കരിക്കുലത്തിൽ ഉണ്ടാകുന്ന ലാബ്സും കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് അല്ല എന്ന കാര്യമാണ്. അതിൽ വൺ ഓഫ് ദ റീസൺ എന്നുള്ളത് അവിടുത്തെ ലാബിൽ വളരെ കൂടുതൽ ശാരീരിക ക്ഷമത കാണിക്കേണ്ടതായിട്ട് വരും. പെൺകുട്ടികൾക്ക് അത് പറ്റില്ല എന്നതായിരിക്കും അവസ്ഥ. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാസ് റൂം നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ബോയ്സ് ആണെങ്കിൽ ഗേൾസിനെ അയക്കാൻ രക്ഷിതാക്കൾ മടിക്കും. അതും വൺ ഓഫ് ദ റീസണാണ്. ഏതായിരുന്നാലും ഈ രീതിയിൽ ഗേൾസ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൽ കയറുകയാണെങ്കിൽ, അവർക്ക് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ പൊതുവെ ആ ക്ലാസ് റൂമിൽ അവരെ മെക് റാണികൾ എന്നാണ് അറിയപ്പെടാറ്. എനിവേ, ദീസ് ആർ നോട്ട് ദ അക്കാഡമിക്കൽ ഓർ ഫേം പ്രൊഫഷണൽ റീസൺസ്. ഇത് രണ്ടും ഞാൻ പറഞ്ഞത് പൊതുവെയുള്ള സിറ്റുവേഷനാണ്, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, പൊതുവെ നമുക്ക് കണ്ണോടിച്ചാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനിയുള്ളത് അല്പം സീരിയസ് ആയ 5 പോയിൻറ്റ്സാണ്. സമൂഹത്തിൽ പൊതുവെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികളെയും അവരുടെ പ്രൊഫഷണൽ എക്സ്പോഷറിനെ കുറിച്ച് അത്ര വലിയ ധാരണയില്ല, മനസ്സിലാക്കലില്ല എന്നുള്ളതും സത്യമാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയാൽ ഒരു മെക്കാനിക് ആയിരിക്കണം, അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ റിപ്പയർ ചെയ്യുന്ന, കാർ റിപ്പയർ ചെയ്യുന്ന ഒരാളായിട്ടാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികളെ പൊതുവെ സമൂഹം മനസ്സിലാക്കുന്നത്. അത് അവരുടെ അറിവില്ലായ്മയാണ്. ശരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ ഒരു ഭാഗത്തും ഈ രീതിയിലുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിലെ പാർട്സിനെ റിപ്പയർ ചെയ്യുന്നതോ മെയിൻ്റനൻസ് പരമായിട്ടുള്ള ഒരു കാര്യങ്ങളും പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇൻ ബി.ടെക് ഓർ ബി എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമുകളിൽ, ITഐകളിൽ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്, ഡിപ്ലോമ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. ഇത് ബി.ടെക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ഈ രീതിയിൽ പൊതുവെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച കൂട്ടുകാരുടെ സ്കോപ്പും അവരുടെ സാഹചര്യവും മനസ്സിലാക്കാത്തതും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലേക്ക് അഡ്മിഷൻ കുറയാൻ കാരണമായി തീരാറുണ്ട്. നാലാമത്തെ കാര്യം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷമുണ്ടാകുന്ന ജോബ് റിലേറ്റഡ് കാര്യങ്ങളാണ്. ഇവിടെ പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, അതായത് പൊതുവെ ഫൈനൽ ഇയർ ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ഇയറിലോ പ്ലേസ്മെൻറ്റ് നടക്കും, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ്, IT പോലുള്ള മേഖലകളിൽ. പക്ഷേ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യത്തിൽ അവർക്ക് മെക്കാനിക്കൽ റിലേറ്റഡ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കമ്പനികളുടെ പ്ലേസ്മെൻറ്റ് സർവീസ് അല്പം കുറവാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ടോപ്പ് നോച്ച് കോളേജുകളാണ് IITകൾ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കോളേജുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള ജോബുകളുണ്ട്, ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് കമ്പനികൾ വരാറുണ്ട്, റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. പക്ഷേ താഴേക്കിടയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് നോക്കുകയാണെങ്കിൽ
അത്ര നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള ജോബിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് കമ്പനികൾ എത്തിപ്പെടാറില്ല എന്നുള്ളതും ഈ രീതിയിലുള്ള കോളേജുകളിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളുടെ അഡ്മിഷൻ കുറയാനും താല്പര്യം കുറയാനും കാരണമായി തീരാറുണ്ട്. അഞ്ചാമത്തെ കാര്യമാണ് സാലറി സ്ട്രക്ചർ എന്നുള്ളത്. കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT റിലേറ്റഡ് ജോബുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ഇനീഷ്യൽ സാലറി എന്നുള്ളത് കൂടുതലാണ്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ജോബിലേക്ക് നോക്കുമ്പോൾ അത്രയും സാലറി വരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇതും കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം കുറവ് കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും വൺ ഓഫ് ദ ടേൺ ഓഫ് ആണ്. ആറാമത്തെ കാര്യം എന്നുള്ളത് ഇനീഷ്യൽ കരിയർ സ്ട്രഗിൾസ് ആണ് ഫോർ എ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്നുള്ളത്. നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജോബിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള സാധ്യത കുറവും അതോടൊപ്പം ഇനീഷ്യലി കിട്ടുന്ന സാലറി കുറവുമൊക്കെ കരിയർ സ്ട്രഗിളിൻ്റെ ഭാഗമാകാറുണ്ട് ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്. അതുകൊണ്ട് തന്നെ അവർ ആദ്യം നല്ല രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അത് അവർക്ക് വലിയൊരു സ്ട്രഗിളായിരിക്കും സമ്മാനിക്കുന്നത്. ഉദാഹരണത്തിന് ആദ്യം ക്യാമ്പസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജോബിന് പകരം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT റിലേറ്റഡ് ജോബിലേക്ക് സെലക്ഷൻ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ഇഫ് യു ആർ റിയലി ഗുഡ് ഇൻ എഞ്ചിനീയറിംഗ്. സോ ആ സമയത്ത് നിങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒഴിവാക്കി IT ഫീൽഡിൽ പോവുകയാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ യു ആർ ചേഞ്ചിങ് യുവർ ഡിസിപ്ലിൻ. അതല്ല, നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ഫീൽഡിനോട് താല്പര്യം കൂടിയാണ് അഡ്മിഷൻ എടുത്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ജോബ് നോക്കാനായിരിക്കും താല്പര്യം. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനീഷ്യലി നിങ്ങൾ സാലറി നോക്കാതെ കുറഞ്ഞ സാലറിയിലോ അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡിലോ അല്ലെങ്കിൽ ഈവൻ വിത്തൗട്ട് സാലറി 6 മാസമോ 1 വർഷമോ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുക, അവിടെ നിന്നും വർക്ക് പഠിക്കുക എന്നുള്ളതും നിങ്ങൾക്ക് ആവശ്യമായ സ്കിൽ സെറ്റ് നേടുക എന്നുള്ളതും എംപ്ലോയബിലിറ്റി പാരാമീറ്റേഴ്സ് നേടിയെടുക്കുക എന്നുള്ളതൊക്കെ വലിയൊരു ചാലഞ്ചാണ്. പക്ഷേ ആ ഒരു ഇനീഷ്യൽ ഫേസ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോബുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഉയർച്ചയിലേക്ക് എത്തിപ്പെടാൻ പറ്റും, പ്രൊവൈഡഡ് യു കീപ് ലുക്കിംഗ്. അതായത് നമുക്ക് ആദ്യം ഒരു ജോബ് ലഭിച്ചു, സാലറി കുറവാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, എങ്കിലും നിങ്ങളുടെ സ്ട്രഗിൾ നിങ്ങൾ നിർത്തുന്നില്ല, നിങ്ങളുടെ ജോബ് ഹണ്ടിങ് നിങ്ങൾ നിർത്തുന്നില്ല, നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ കരിയർ സ്കിൽ സെറ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ജോബ് ലഭിക്കാനുള്ള സാഹചര്യം കൂടിക്കൂടി വരുന്നു എന്നുള്ളതും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇനീഷ്യൽ കരിയർ സ്ട്രഗിൾസിൽ തകർന്നു പോകാതെ ഹോപ്പ് എപ്പോഴും കൈമുതലാക്കി മുന്നോട്ട് പോകുന്നതിലാണ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിൻ്റെ വിജയം എന്നുള്ളത്. പക്ഷേ ഇത് മനസ്സിലാക്കാത്തത് പലപ്പോഴും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സ്ട്രീമിനോട് തന്നെ വെറുപ്പ് തോന്നാൻ കാരണമായി തീരാറ്. ഇനി ഏഴാമത്തെയും അവസാനത്തേതുമായ ഒരു കാര്യമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള കരിയർ സ്കിൽ എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാംസുകൾ നൽകാൻ കോളേജുകൾ മടിക്കുന്നു എന്ന കാര്യം. നമുക്കറിയാവുന്ന കാര്യമാണ്, ഈവൻ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന കോളേജിൽ മാക്സിമം അഡ്മിഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ലഭിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. 4, 5, 6 ബാച്ചസ് ഉണ്ടായിരുന്നു ഓൺലി ഫോർ ദ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. പക്ഷേ കോളേജുകളും അവരുടെ മാനേജ്മെൻറ്റും ചെയ്തത് ഈ കിട്ടുന്ന കാശ്, അതായത് അധികമായി കിട്ടുന്ന ഫീസ് അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കുട്ടികളുടെ ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ അവരവരുടെ പോക്കറ്റിലാക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ തീർച്ചയായിട്ടും ഈ 4 വർഷം കഴിഞ്ഞ് ജോലിയില്ലാത്ത ഈ കുട്ടികൾ പുറത്തു വരുമ്പോൾ അവർ സമൂഹത്തിന് നൽകുന്ന വിവരണം എന്നുള്ളത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കംപ്ലീറ്റ്ലി നെഗറ്റീവ് വൈബാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെതിരെ വന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെയും പോളിസി മേക്കേഴ്സിൻ്റെയും തോൽവി തന്നെയാണ്. പക്ഷേ ഇനിയും കോളേജിനും മാനേജ്മെൻറ്റിനും ഗവൺമെൻറ്റിനുമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള വളരെ പൊട്ടൻഷ്യലുള്ള എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ സ്കിൽ പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അവർ ആ 4 വർഷം പഠിക്കുന്ന സമയത്ത് തന്നെ വെറും ടെക്സ്റ്റ് ബുക്ക് നോളജും തിയറി നോളജും മാത്രമല്ല, അവരെ ഒരു എംപ്ലോയബിൾ എൻജിനീയേഴ്സാക്കി പുറത്തെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക, അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ വലിയ കാര്യം തന്നെയാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ദ എഡ്യൂക്കേറ്റഡ് ഡെയിലി ഷോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തുകൊണ്ടാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനെ കുട്ടികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ നിങ്ങൾ വെറുക്കുന്നു എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടേതായ ഒബ്സർവേഷൻസ് ഉണ്ടാകും, നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ടാകും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.